ആ ശക്തി ഒരു വട്ട് കേസാ. അവൻ കാരണം എന്തെല്ലാം കഷ്ടപ്പാടാ നിനക്ക്. അച്ഛൻ വെറുതെ ഇങ്ങനെ വിഷമിക്കണ്ട. ജോലിക്കൊരു പുതിയ പയ്യൻ വന്നിട്ടുണ്ട്. അവനെല്ലാം നന്നായിട്ട് നോക്കുന്നത്. പുതിയ പയ്യനോ? ഈ കാലത്ത് തോട്ടപ്പണി എടുക്കുന്നതിനൊക്കെ ആളെ കിട്ടുവോ മോളെ? ആരാ മോളെ പയ്യൻ? ഒരാളുണ്ടച്ച, രാമു എന്ന പേര്. ശരിക്കൊരു മണ്ടന. അവൻ ആരുമില്ല, ഒരു അനാഥനം. ശരിയച്ച, എന്നാ ഞാൻ ഇറങ്ങട്ടെ. സമയത്ത് ഭക്ഷണം കഴിച്ച് ശരീരമൊക്കെ നോക്കിയാ വീട്ടിലെ കാര്യങ്ങളൊക്കെ അച്ഛനെ തന്നെ നോക്കാം. ശരി, സൂക്ഷിച്ചു പോണം കേട്ടോ. ശരിയച്ച. അമ്മോ, എന്താ വീണു പോയാ? ഇറങ്ങടാ. എന്താടി അമ്മു, എത്ര നാളിങ്ങനെ തനിയെ ഓടിക്കും? നീ ഒന്ന് ഓക്കെ പറഞ്ഞാലുണ്ടല്ലോ, ഞാൻ നിന്നെ ഇരുത്തി ഓടിക്കും. എന്തു പറയുന്നു? നിന്റെ വീട്ടിലെ പെണ്ണുങ്ങൾക്ക് വണ്ടി ഉണ്ടല്ലോ, അതൊക്കെ ആരോ ഓടിക്കുന്നത്. ഓ, നീ പണക്കാരനല്ലേ, ഓടിക്കാൻ ആരെങ്കിലും വച്ചിട്ടുണ്ടാവോ അല്ലേ? എന്താടി പറയുന്നേ? നിനക്കെന്നെ അറിയാലോ അല്ലേ? നിന്റെ ഈ ഷോയൊക്കെ മാർക്കറ്റിൽ കാണിച്ചാൽ മതി, അത് എന്റെ അടുത്ത് എടുക്കണ്ട. ഒരാൾക്ക് വേണ്ടിയാണോ ഇത്രയും പേര് വന്നത്? പബ്ലിക്കായിട്ട് ഇങ്ങനെ ആയുധം കൊണ്ടുവന്നെങ്കിൽ അത് വലിയ സ്കെച്ച് തന്നെയാണല്ലോ. എന്താ കാര്യം? ഞങ്ങൾ ജീവനെടുക്കാൻ വന്നല്ല, ഞങ്ങളുടെ ജീവൻ രക്ഷിക്കണമെന്ന് പറയാൻ വന്നതാ. ജീവൻ രക്ഷിക്കാനോ? ആ, ഞാൻ MBBS പഠിച്ച ഡോക്ടറും അല്ല, മന്ത്രം പഠിച്ച മന്ത്രവാദിയും അല്ല. റോങ് അഡ്രസ്സാ ചേട്ടാ, ഞാൻ വെറുതെ പേടിച്ചു പോയി. മോനെ ഞങ്ങളെ അറിയില്ലെങ്കിലും ഞങ്ങൾക്ക് മോനെ നന്നായി അറിയാം. അന്ന് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി മാർക്കറ്റിൽ വെച്ച് ചെയ്ത കാര്യം കൊണ്ട് കുറച്ച് കുടുംബങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ സാധിച്ചു സാറേ. കുറച്ചു നാൾ എല്ലാവർക്കും സന്തോഷം തന്നെയായിരുന്നു. ആ സന്തോഷം ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുക. ഈ കഷ്ടപ്പാടുകളൊക്കെ തീരണം. അതിന് നിങ്ങളുടെ സഹായം വേണം സാറേ. അല്ല, നിങ്ങൾ ഈ പറയുന്നതെല്ലാം ആലോചിച്ചിട്ട് തന്നെയാണോ? ഞാൻ മാർക്കറ്റിൽ വന്നിട്ട് എന്ത് ചെയ്തെന്നാ? നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആള് ഞാനല്ല. എന്നെ വിട്ടേക്ക്. അത് നിങ്ങളല്ലെന്ന് ഈ ഭൂമിയെ തൊട്ട് സത്യം ചെയ്യും. അതെ, അത് ഞാൻ തന്നെയാ. അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയതാ. എനിക്ക് അതുമായിട്ടൊരു ബന്ധമില്ല. ഞാനൊരു സാധാരണ ജോലിക്കാരനാ. നിങ്ങളുടെ പ്രശ്നത്തിൽ എന്നെ കൊണ്ടിടരുത്. നിങ്ങൾ ആരായാലും നിങ്ങൾക്കൊന്നും ഇല്ലെങ്കിലും അന്ന് നിങ്ങൾ ചെയ്തത് വലിയൊരു കാര്യമാണ്. നിങ്ങൾ സാധാരണ മനുഷ്യനല്ല. നീ ആരായിരുന്നാലും ശരി, നിങ്ങളല്ലാതെ ഞങ്ങൾക്ക് മറ്റാരുമില്ല. നിങ്ങൾ ഞങ്ങളെ ഒന്ന് സഹായിച്ച ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു പുതിയ വഴി തുറന്നു കിട്ടും. ചെറിയവനായാലും ശരി, നിന്റെ മുമ്പിൽ ഞങ്ങൾ കൈകൂപ്പുക. ശ്രേയാം സ്വധർമ്മ വിഗുണഃ പരാധർമ്മ സ്വനുഷ്ഠിതാത് സ്വധർമ്മേ നിധനം ശ്രേയഃ പരധർമ്മോ ഭയാവഹഃ. ഇത് ഭഗവത്ഗീതയിലെ ഒരു ശ്ലോകം. ഇതിന്റെ അർത്ഥം നിങ്ങൾക്ക് അറിയില്ലായിരിക്കും. ഞാൻ പറയാം. മറ്റുള്ളവരുടെ കാര്യത്തിൽ തലയിടാതെ നമ്മുടെ കാര്യം നോക്കി നമ്മൾ ജീവിക്കണം. അതാണ് ഇതിന്റെ സാരാംശം. ഞാൻ വരട്ടെ. കേവലമെന്നിയേ ദാനവൻ മായയ ഏവനൊരുവന് വിടക്കിടക്കയോ ദാരുണവേഷം കലർന്നു ഭാരുണ്ടമി പാരിൽ വിശന്നു വന്നേകാൻ കിടക്കയോ വല്ലതും കണ്ടാൽ നമുക്ക് സഹിക്കരുതല്ലോ. ഭയങ്കരമെത്രയും ഈ ദൃശ്യം ചൊല്ലഴും ദേവകീ നന്ദന നന്ദനാത്മജ സംരക്ഷിക്കൂ ഹരേ മുകുന്ദ.
ഇതിന്റെ അർത്ഥവും നിനക്കറിയാമായിരിക്കും. ദാഹത്തോടെ വെള്ളം കുടിക്കാൻ വരുന്ന മാനിനെ മുതല കടിക്കാൻ ശ്രമിച്ചപ്പോ അത് പിടച്ചിട്ട് രക്ഷിക്കാൻ ആരുമില്ലാതെ ധൈര്യം സംഭരിച്ച് ഭഗവാനെ നീ തന്നെ ശരണമെന്ന് ശ്രീനാരായണനോട് അപേക്ഷിച്ചപ്പോ അദ്ദേഹം തന്നെ നേരിട്ട് വന്ന് അതിനെ രക്ഷിച്ചു. ഞങ്ങളുടെ കഷ്ടപ്പാടുകൾ തീർക്കുന്നതിന് ഭഗവാൻ വന്നില്ലെങ്കിലും ആരെങ്കിലും ഒന്ന് അയച്ചു തരണമെന്ന് ഓരോരോ മനസ്സും ആ സ്വാമിയോട് അപേക്ഷിച്ചുകൊണ്ടിരിക്കുക. നിന്നിൽ ഞങ്ങൾ ആ ദൈവത്തെയാ കാണുന്നത്. നിങ്ങൾ എത്രയോ അറിവുള്ള ആളാണ്. ഞാൻ പറയുന്നത് നിങ്ങൾക്കെങ്കിലും മനസ്സിലാകും. നിങ്ങൾക്ക് വേണ്ടി എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്റെ അവസ്ഥ നിങ്ങൾക്കറിയില്ല, പറഞ്ഞാലും മനസ്സിലാവില്ല. നിങ്ങൾ ഒരുപാട് കഷ്ടത അനുഭവിക്കുന്നുണ്ടെങ്കിൽ കുറച്ചു നാളുകൂടി ക്ഷമിക്കുക. കാലം നിങ്ങളുടെ കഷ്ടതകളെല്ലാം നീക്കും. ദയവ് ചെയ്ത് എന്നെ പോകാൻ അനുവദിക്കുക. വരട്ടെ. വന്നിട്ടുണ്ട്. ചോദിക്കാൻ എന്റെ ചെടികൾക്കൊക്കെ വിലയിട്ടത് നീയാണോ? എന്റെ അടുത്തൊരു വാക്കുപോലും പറഞ്ഞില്ല. ശക്തി വ്യാപാരം ചെയ്തപ്പോ ഇതുപോലൊന്നും ഉണ്ടായിട്ടില്ല. ഡേടേ, നീ ഒന്നും മിണ്ടാതിരിക്കാവോ? എവിടെ കണക്ക് പറയും. കണക്കും മണ്ണാങ്കട്ടി. റോസ് 100, ജമന്തി 100, ജാതിമല്ലി 150, ചെമ്പരത്തി 150, മുല്ല 100, പനീർ റോസ് 100, കനകാംബരം 150, മന്ദാരം 100, അരളിപ്പൂ 75, ശംഖുപുഷ്പം 50. പോയി നീ അവന്റെ കീഴിൽ ജോലി നോക്കേണ്ടി വരും. ഒന്നും മിണ്ടാതിരിക്കണ പുല്ലേ. ദാ നിന്റെ ശമ്പളം. അതങ്ങനെ വരൂ. മുന്നിലുള്ള കാലിനേക്കാ പിന്നിലെ കാല് വലുതായി തോന്നും. എന്താ ആലോചിക്കുന്നേ? എന്താ ആലോചിക്കണ്ടേന്ന് ആലോചിച്ചോണ്ടിരിക്ക. എന്നാ ആരെങ്കിലും പറ്റി ആലോചിക്ക. ആരെ പറ്റിയാ ആലോചിക്കണ്ടേന്ന് ആലോചിച്ചോണ്ടിരിക്കുന്ന? നിന്നെപ്പറ്റി കൂടുതൽ ആരാലോചിക്കുന്നുവോ അവരെ പറ്റി ആലോചിക്ക. എന്നെ പറ്റി അങ്ങനെ കൂടുതലായിട്ട് ആരാ ആലോചിക്കുന്നെന്ന് ആലോചിച്ചോണ്ടിരിക്കുന്ന? നീ ആരെ പറ്റിയാണോ കൂടുതൽ ആലോചിക്കുന്നത് അവര് തന്നെയായിരിക്കും നിന്നെ പറ്റി ആലോചിക്കുന്നേ. ശരി, നോക്കിയത് മതി. കിടന്നുറങ്ങാൻ നോക്ക്.